Good morning. Today we can discuss delegation of authority. അപ്പം നിങ്ങൾക്കറിയാം, ഒരു മാനേജറിന് അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റിന് എല്ലാം ഒരുമിച്ച് ചെയ്യാനൊന്നും പറ്റില്ല. അതായത് ഈസ് നോട്ട് ഏബിൾ ടു പെർഫോം ഓൾ ഹിസ് ഡ്യൂട്ടീസ് അലോൺ. സോ ഹി മസ്റ്റ് ഷെയർ ഹിസ് വർക്ക് വിത്ത് സബോർഡിനേറ്റ് മാനേജേഴ്സ്. മനസ്സിലായില്ല? അപ്പോൾ ടു പെർഫോം ദിയർ ഡ്യൂട്ടീസ് അതോറിറ്റി ഷുഡ് ബി ഡെലിഗേറ്റഡ്. അവർക്ക് എന്ത് അധികാരമാണോ ഉള്ളത് അത് അവരെന്ത് ചെയ്യണം? പകുത്തു കൊടുക്കണം. അതാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പം എനിക്കിപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള ഒരു അധികാരം ഉണ്ടെങ്കിൽ ഞാനതൊരു വേറൊരാൾക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്തതെന്ന് പറയാം. അപ്പോൾ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: അസൈൻമെൻറ്റ് ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ഇൻഡിവിജ്വൽസ് ടു ക്യാരി ഔട്ട് ദിയർ ഡ്യൂട്ടീസ്. മനസ്സിലായോ? അപ്പോൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, ഇറ്റ് ഈസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് ബൈ ഷെയറിങ് അതോറിറ്റി വിത്ത് ദം. അപ്പം ഇതുകൊണ്ട് എന്താ ഇപ്പോൾ ഗുണം എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് എനേബിൾസ് ദ മാനേജേഴ്സ് ടു ഡിസ്ട്രിബ്യൂട്ട് ഹിസ് വർക്ക് ലോഡ് ടു അതേഴ്സ് സോ ദാറ്റ് ഹീ ക്യാൻ കോൺസെൻട്രേറ്റ് മോർ ഓൺ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്. അപ്പോൾ ഈ വെറുതെ ഇങ്ങനെ അയാൾക്ക് എന്ത് അധികാരമുണ്ട് അത് വേറൊരാൾക്ക് ഷെയർ ചെയ്തിട്ട് മാത്രം കാര്യമില്ല. എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, വൈൽ അസൈനിങ് സച്ച് വർക്ക് മാനേജർ passes some portion of his power and authority to the subordinate. But the manager who assigns the work holds the subordinate answerable for its due performance. അപ്പോൾ ഈ പ്രോസസ് ഓഫ് ഡെലിഗേഷൻ ഇൻവോൾവ്സ് അസൈൻമെൻറ്റ് ഓഫ് ടാസ്ക്. എന്താണോ ചെയ്യാനുള്ളത് അത് ഏൽപ്പിക്കണം. എൻട്രസ്റ്റ് അതോറിറ്റി, അത് ചെയ്യാനുള്ള അധികാരം കൊടുക്കണം. ആൻഡ് ഇംപൊസിഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റി, അതായത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചവരെന്താക്കണം, അവർക്ക് ആ ഉത്തരവാദിത്വത്തോടു കൂടി തിരിച്ചേൽപ്പിക്കാനുള്ള ആ ഒരു ഇതും കൂടെ ഉണ്ടാക്കിയെടുക്കണം. ഷുഡ് ബി accountable for it. So delegation means assignment of works to others and conferring them the requisite authority to accomplish the work assigned. അപ്പോൾ ഈ അതോറിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് എസ് കീ അതോറിറ്റി ഈസ് കീ ടു ദ മാനേജേഴ്സ് ജോബ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് the key to the organization process. Okay, so delegation of authority is based on the principle division of work. നമ്മൾ ഒരു വർക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോന്ന് സ്പെഷ്യലിസ്റ്റിനെ ഏൽപ്പിക്കുന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു വീട് പണി ആലോചിച്ചാൽ മതി. ഇപ്പോൾ വീട് പണിയാണെങ്കിൽ നമ്മളത് എന്താ ചെയ്യുന്നത്, അവിടെ വീട് പണി മൊത്തമായിട്ട് ഒരാളെ ഏൽപ്പിക്കണം. പക്ഷെ അതിൻ്റെ ആ കോൺട്രാക്ടർ എന്ത് ചെയ്യും, അതിൻ്റെ കാർപ്പൻട്രി വർക്ക് ഒരാളെ ഏൽപ്പിക്കും. പിന്നെ പ്ലംബിംഗ്, വയറിങ്, അങ്ങനെയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതാത് സ്പെഷ്യലിസ്റ്റിനെ ഏൽപ്പിക്കും. അതേപോലെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള, ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോണത്, അപ്പോൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിൽ വരുന്ന എന്തൊക്കെ കീ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താ, ഗിവിങ് അതോറിറ്റി ടു സബോർഡിനേറ്റ്, അസൈൻമെൻറ്റ് ഓഫ് വർക്ക്സ് ടു അതേഴ്സ്, കൺഫറിങ് അതോറിറ്റി ടു സബോർഡിനേറ്റ് ടു അക്കംപ്ലിഷ് ദ ജോബ് അസൈൻ. Then delegate and get things done. It is the essence of management, and delegate and things will be done is another principle of management. നമുക്ക് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റീൻ്റെ ഒന്ന് രണ്ട് ഡെഫിനേഷൻസ് നോക്കാം. അപ്പം ഇവിടെ തന്നിരിക്കുന്നത്, അക്കോർഡിംഗ് ടു FG Moore, delegation means assigning work to others and giving them authority to do it. അല്ലെങ്കിൽ ചാറ്റർജി പറഞ്ഞത് എങ്ങനെയാണ്, ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഇൻവോൾവ്സ് ഷെയറിംഗ് ഓഫ് ഈതർ മാനേജറിയൽ വർക്ക് ഓർ ഓപ്പറേറ്റിംഗ് വർക്ക് ബിറ്റ്വീൻ മാനേജേഴ്സ് ആൻഡ് ഹിസ് സബോർഡിനേറ്റ്സ്. ഓക്കെ, സോ മെനി ഡെഫിനേഷൻസ് ആർ ഗിവൺ. ഏതെങ്കിലും ഒന്ന് രണ്ട് ഡെഫിനേഷൻസ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ? According to Theo Hyman, delegation of authority merely means the granting of authority to subordinates to operate within the prescribed limits. അപ്പോൾ ഇത് ശരിക്കും ടോപ്പ് ലെവൽ മാനേജേഴ്സിൻ്റെ ബേർഡൻ കുറയ്ക്കാനുള്ള ഒരു ടെക്നിക് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അതായത് ടോപ്പ് ലെവൽ മാനേജേഴ്സിന് എന്ത് ചെയ്യും, ഹി ക്യാൻ ഡെലിഗേറ്റ് സം പവേഴ്സ് ടു സബോർഡിനേറ്റ് മാനേജേഴ്സ്. സോ ദ മാനേജർ ഡിസ്ട്രിബ്യൂട്ട് ഹിസ് വർക്ക് ലോഡ് ടു അതേഴ്സ്. അപ്പം നമുക്ക് നോക്കാം ഡെലിഗേഷനിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഡെലിഗേഷൻ ഡിവൈഡിങ് വൺസ് വർക്ക് ആൻഡ് എൻട്രസ്റ്റിംഗ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് ടു അതേഴ്സ്.
ദെൻ എൻഷുറിങ് ദാറ്റ് ദേ ഗെറ്റ് ഇറ്റ് ഡൺ, അതായത് അത് അക്കംപ്ലിഷ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ദെൻ എൻഷുറിങ് ദാറ്റ് ദ സബോർഡിനേറ്റ് പെർഫോം ദ വർക്ക് ടു എ സാറ്റിസ്ഫാക്ഷൻ, അതായത് സബോർഡിനേറ്റ് അവർക്ക് തോന്നിയ പോലെയല്ല ചെയ്യേണ്ടത്, എങ്ങനെയാണോ മാനേജർ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ രീതിയിൽ തന്നെ ചെയ്യണം. മനസ്സിലായല്ലോ. സോ അക്കോർഡിംഗ് ടു ന്യൂമാൻ ദ പ്രോസസ് ഓഫ് ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് എന്തൊക്കെയാണ്? ദ അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ് ടു എൻ എക്സിക്യൂട്ടീവ് ടു ഇമ്മീഡിയറ്റ് സബോർഡിനേറ്റ് ആൻഡ് ദ ഗ്രാൻറ്റിംഗ് ഓഫ് പെർമിഷൻ ടു മേക്ക് കമ്മിറ്റ്മെൻറ്റ്സ്, use resources and take all action which are necessary to perform their duties. അതായത് വെറുതെ അതോറിറ്റി അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുത്തിട്ട് മാത്രം കാര്യമില്ലല്ലോ, അത് ചെയ്യാനുള്ള പെർമിഷനും കൂടെ ഗ്രാൻറ്റ് ചെയ്യണം. അതിന് എന്തൊക്കെ റിസോഴ്സസ് വേണോ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം, മെറ്റീരിയൽ എക്സെട്ര. അതേപോലെ ദ ക്രിയേഷൻ ഓഫ് ഒബ്ലിഗേഷൻ, അതായത് റെസ്പോൺസിബിലിറ്റി ഓൺ ദ പാർട്ട് ഓഫ് ഈച്ച് സബോർഡിനേറ്റ് ടു ദ ഡെലിഗേറ്റിംഗ് എക്സിക്യൂട്ടീവ് ടു പെർഫോം ഹിസ് ഡ്യൂട്ടീസ് സാറ്റിസ്ഫാക്ടറി. ഓക്കെ, അപ്പം ഈ ഡെലിഗേഷനിൽ വരുന്നത് എന്തൊക്കെയാണ്? എൻട്രസ്റ്റ്മെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി ആൻഡ് ക്രിയേഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റി ആർ ദ 3 ചീഫ് ആസ്പെക്ട്സ് ഓഫ് ഡെലിഗേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പം ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഡെലിഗേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് ഒരു മാനേജർ ഇപ്പം മുഴുവനായിട്ടും അദ്ദേഹത്തിൻ്റെ അതോറിറ്റി ഡെലിഗേറ്റിൽ, ഇപ്പോൾ ടോപ്പ് ലെവൽ മാനേജേഴ്സിന് അവർക്ക് അവരുടെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ അധികാരം എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് എന്തെങ്കിലും ഒരു ഭാഗം മാത്രം delegate yes, only a part of authority is delegated. Then only obtain authority can be delegated. അതായത് ഇപ്പോൾ ഫിനാൻസ് മാനേജർ ആണെങ്കിൽ ഫിനാൻസ് മാനേജർക്ക് ഫിനാൻസ് കൈകാര്യം ചെയ്യാനുള്ള അധികാരം മാത്രമാണ് ഉള്ളത്. അതിൻ്റെ എന്താ പറയുക, പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സ്, യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ്, അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പരിധിയിൽ വരുന്നത്. അപ്പോൾ എന്താണോ അദ്ദേഹത്തിനുള്ള അധികാരം അതേ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് ഇല്ലാത്തപ്പം സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ അധികാരമൊന്നും അദ്ദേഹത്തിന് അങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓൺലി ഒബ്റ്റെയിൻ അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ്. ഇനി അതോറിറ്റി ഗ്രാൻറ്റഡ് ആസ് പെർ ഡെലിഗേഷൻ ക്യാൻ ബി വിഡ്രോൺ. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പം അതോറിറ്റി എന്തെങ്കിലും ഇപ്പോൾ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്, അപ്പം മൊത്തം മാറി മറിയും. അപ്പോൾ ഒരു പ്രാവശ്യം കൊടുത്ത ആ ഒരു അധികാരം, അതായത് ഡെലിഗേറ്റ് ചെയ്ത അതോറിറ്റി വേണമെങ്കിൽ വിഡ്രോ ചെയ്യാനുള്ള ഇതുണ്ട്. പിന്നെ ദ പേഴ്സൺ ഹു ഡെലിഗേറ്റ്സ് അതോറിറ്റി ഇസ് റെസ്പോൺസിബിൾ ഫോർ ദി ആക്ട്സ് ഓഫ് സബോർഡിനേറ്റ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ അധികാരം ഞാൻ ആരെങ്കിലും ചുമതലപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്യുന്ന ആൾ എന്തൊക്കെ ചെയ്യുന്നു അതിനൊക്കെ ഉത്തരവാദി ഞാൻ തന്നെയായിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ദ പേഴ്സൺ ഹു ഡെലിഗേറ്റ്സ് അതോറിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ആക്ട്സ് ഓഫ് സബോർഡിനേറ്റ്. ദെൻ ഓർഡിനറി ആൻഡ് റുട്ടീൻ വർക്ക് ഓൺലി ക്യാൻ ബി ഡെലിഗേറ്റഡ്. അതായത് മാനേജീരിയൽ സംഭവങ്ങളുണ്ടല്ലോ, ഈ തിങ്കിങ് അങ്ങനെയുള്ളതൊന്നും പ്ലാനിങ്ങിലൊന്നും അതൊന്നും ഡെലിഗേറ്റ് ചെയ്യില്ല. ഏത് മാത്രമേ ഓർഡിനറി ആൻഡ് റുട്ടീൻ വർക്ക് ഓൺലി ക്യാൻ ബി ഡെലിഗേറ്റഡ്. പിന്നെ കൺട്രോൾ എക്സിസ്റ്റ് ഓവർ സബോർഡിനേറ്റ്സ്. അതായത് ഡെലിഗേറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് ഫുൾ കൺട്രോൾ അവർക്ക് വിട്ടുകൊടുക്കലല്ല സബോർഡിനേറ്റ്സ്. എപ്പോഴും ഒരു കൺട്രോൾ ആരുടെ കയ്യിൽ തന്നെയായിരിക്കും? മാനേജറിൻ്റെ കയ്യിൽ തന്നെയായിരിക്കും. ദെൻ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡ്യൂട്ടി ആർ ക്ലിയർലി specified. Okay, but these are the features of delegation of authority. You can go through one by one. എല്ലാം ഇതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. 7 points നോക്കിക്കോളാം. സോ നെക്സ്റ്റ് ഈസ് വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ. അതായത് പ്രോസസ് ഓഫ് ഡെലിഗേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് എന്തൊക്കെയാണ്, അതായത് പ്രോസസ് ഓഫ് ഡെലിഗേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദിസ് ഇൻവോൾവ്സ് 3 എസെൻഷ്യൽ എലമെൻറ്റ്സ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് നേരത്തെ. ഏതൊക്കെയായിരുന്നു? അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്, ഗ്രാൻറ്റിംഗ് ഓഫ് അതോറിറ്റി ആൻഡ് ക്രിയേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അപ്പോൾ ഈ 3 എണ്ണം കൂടിയതാണ് എന്തെന്ന് പറയുന്നത്? ദീസ് ആർ ദ പ്രോസസ് ഓഫ് ഡെലിഗേഷൻ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഏതാണ്? അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ് ആണ്. അപ്പോൾ ഈ അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസിൽ വരുന്നത് ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഡെലിഗേഷൻ പ്രോസസ്. അതായത് സുപ്പീരിയർ എന്ത് ചെയ്യും? ഈ ആസ് ദ സബോർഡിനേറ്റ് ടു പെർഫോം എ പെർട്ടിക്കുലർ ടാസ്ക് വിത്തിൻ എ ഗിവൺ പീരിയഡ്. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫിനാൻസ് മാനേജറാണ്. അപ്പം ഫണ്ട് പ്രൊക്യൂർ ചെയ്യുന്ന സമയത്ത് ഏതാണ് ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ച് വരാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരാൾ. അപ്പോൾ അവർ അത് ആദ്യം ആ ചുമതലപ്പെടുത്തി കൊടുക്കലാണ് അവിടെ നടക്കുന്ന ഫസ്റ്റത്തെ, അതായത് അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്. മനസ്സിലായല്ലോ.
അപ്പം ഷെയറിംഗ് ഓഫ് ഡ്യൂട്ടീസ് ബിറ്റ്വീൻ എ മാനേജർ ആൻഡ് എ സബോർഡിനേറ്റ് ക്യാൻ ഓൺലി ബി ഡൺ വെൻ ദ വർക്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു പാർട്സ്. So in delegating duties, the manager has to decide what part of the work he will keep for himself and what parts should be transferred to his subordinate. But the duty must be expressed either in terms of functions or in terms of objectives. So that is the first step in delegation process. Second step is granting of authority. അപ്പോൾ അതോറിറ്റി ഗ്രാൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഗിവിങ് റൈറ്റ് ടു സബോർഡിനേറ്റ് ടു ഡിസൈഡ് ആൻഡ് ആക്ട്, ടു യൂസ് ദ റിസോഴ്സസ് ആൻഡ് ടു റെപ്രസെൻറ്റ് ദ സുപ്പീരിയർ ഫോർ ദ പെർഫോമൻസ് ഓഫ് വർക്കേഴ്സ്. അതിന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വെറുതെ അങ്ങോട്ട് ഡ്യൂട്ടി കൊടുത്തെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, അത് ചെയ്യാനുള്ള എല്ലാ അധികാരം കൂടെ കൊടുക്കണം അവർക്ക്. അതായത് എന്തൊക്കെ ഇപ്പം മെറ്റീരിയൽസ് വാങ്ങാനുണ്ടെങ്കിൽ അതിനുള്ള ആ ഒരു റൈറ്റ് അവർക്ക് കൊടുക്കുമല്ലോ. അതേമാതിരി ഇപ്പം ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആളുകളെ നിയമിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും, അതായത് ഗ്രാൻറ്റിങ് ഓഫ് അതോറിറ്റി, അതായത് ഈ ഒരു ഇതാക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു വർക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അതിന് ആവശ്യമുള്ള എന്തൊക്കെ സാധനങ്ങൾ വേണോ അതെല്ലാം എന്താ പറയുക ഉപയോഗിക്കാനുള്ള റൈറ്റും കൂടിയാണ് കൊടുക്കുന്നത്. സോ അറ്റ് ദ ടൈം ഓഫ് അസൈൻമെൻറ്റ് ഓഫ് ടാസ്ക് ദ റിക്വസിറ്റ് അതോറിറ്റി ഇസ് ഓൾസോ ഡെലിഗേറ്റഡ് ടു സബോർഡിനേറ്റ്. അല്ലെങ്കിൽ വർക്ക് എന്താക്കാൻ പറ്റില്ല, കനോട്ട് ഡു ഇറ്റ് എഫിഷ്യൻ്റ്ലി. ദ നെക്സ്റ്റ് വൺ ഇസ് ക്രിയേഷൻ ഓഫ് ഓബ്ലിഗേഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം ക്രിയേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയാം. അതായത് വെറുതെ ഞാൻ പറഞ്ഞല്ലോ ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുത്തിട്ട് കാര്യമില്ല, അത് ചെയ്യിപ്പിക്കേണ്ട, അതായത് ഈ സബോർഡിനേറ്റ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ ഇറ്റ്, അതായത് അത് ചെയ്തെങ്ങാണ്ട് തിരിച്ചേൽപ്പിക്കേണ്ട ആ ഒരു ഉത്തരവാദിത്വം കൂടെ ഇതാക്കിയിരിക്കണം. അങ്ങനെയുള്ളൊരു ക്രിയേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. സോ ദ ഡെലിഗേഷൻ ക്രിയേറ്റ്സ് ആൻ ഒബ്ലിഗേഷൻ ഓൺ ദ പാർട്ട് ഓഫ് സബോർഡിനേറ്റ് ടു അക്കംപ്ലിഷ് ദ ടാസ്ക് അസൈൻഡ്. So when a work is assigned and authority is granted, accountability crops up as the last step in the process. So duty, authority and accountability are the three important elements of delegation എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പം subordinates to whom authority is delegated must be made answerable for the proper performance of assigned duties and for the exercise of delegated authority എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അപ്പോൾ ഇമ്പോർട്ടൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി ഇതൊരു എന്താ പറയുക ഡിവിഷൻ ഓഫ് വർക്ക് ആണെന്നുള്ളത്. അപ്പോൾ ഡിവിഷൻ ഓഫ് വർക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻസ്, ഇറ്റ് റെഡ്യൂസസ് ദ വർക്ക് ലോഡ് ഓഫ് ടോപ്പ് എക്സിക്യൂട്ടീവ്സ്. അതായത് ഡെലിഗേഷൻ റെഡ്യൂസസ് ദ എക്സിക്യൂട്ടീവ്സ് ബർഡൻ ബൈ വേ ഓഫ് റിലീവിങ് ദ സുപ്പീരിയർ ഓഫ് ദ നീഡ് ടു അറ്റൻഡ് ടു മൈനർ ഓർ റുട്ടീൻ ഡ്യൂട്ടീസ്. അതായത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം സോ ദാറ്റ് സുപ്പീരിയർ ക്യാൻ കോൺസെൻട്രേറ്റ് മോർ ഓൺ ഏതിലാണ് their responsibilities. The next one is it enables the manager to provide specialized services to the enterprise. അതായത് ഡെലിഗേഷൻ എനേബിൾസ് ദ മാനേജർ ടു യൂട്ടിലൈസ് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദി പേഴ്സൺസ് അറ്റ് പവർ ലെവൽസ്. ദെൻ തേർഡ് അഡ്വാൻറ്റേജ് ഇസ് ഇറ്റ് ഹാസ് അതായത് ബേസിസ് ഓഫ് ഇഫക്റ്റീവ് ഫങ്ഷനിങ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഡെലിഗേഷൻ ലേസ് ഡൗൺ ദ ബേസിസ് ഓഫ് ഇഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അതായത് ഒരു സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഡെലിഗേഷൻ ഹെൽപ്സ് ഇൻ സെക്യൂറിങ് കോർഡിനേഷൻ ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് ഫോർ അക്കംപ്ലിഷിംഗ് ദ എൻ്റർപ്രൈസ് ഒബ്ജക്റ്റീവ്സ്. ദെൻ ഇറ്റ് ഈസ് എൻ എയ്ഡ് ടു എംപ്ലോയി ഡെവലപ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എംപ്ലോയീസിന് എന്താ ഡെലിഗേഷൻ പെർമിറ്റ് സബോർഡിനേറ്റ് ടു എൻലാർജ് ദെയർ ജോബ്സ്, ടു ഡെവലപ്പ് ദിയർ കപ്പാസിറ്റി ടു ആൻഡ് ടു ബ്രോഡൻ ദിയർ അണ്ടർസ്റ്റാൻഡിങ്. So by forcing the subordinate to assume greater responsibilities and to make important decisions, the superior insists on the development of subordinates' executive talents. Okay, then what are the basic principles of delegation എന്നുള്ളത് നോക്കാം. അപ്പോൾ പ്രിൻസിപ്പിൾസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഇസ് ഡെലിഗേഷൻ ബൈ റിസൾട്ട്സ് എക്സ്പെക്റ്റഡ്. അതായത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ റിസൾട്ട്സ് എക്സ്പെക്റ്റഡ്. ദർ മസ്റ്റ് ബി എന്താ പറയുക സഫിഷ്യൻറ്റ് അതോറിറ്റി ടു അച്ചീവ് ദ ഡിസയേർഡ് റിസൾട്ട്സ്.
ദെൻ സെക്കൻഡ് വൺ ഇസ് പ്രിൻസിപ്പിൾ ഓഫ് ആബ്സല്യൂട്ട്നെസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഇവിടെ ഉദ്ദേശിക്കുന്നത് റെസ്പോൺസിബിലിറ്റി കനോട്ട് ബി ഡെലിഗേറ്റഡ് എന്ന്. അതായത് എക്സിക്യൂട്ടീവ് കനോട്ട് ഫ്രീ ഹിംസെൽഫ് ഫ്രം ഹിസ് ഓൺ ഓബ്ലിഗേഷൻസ് ടു ഹിസ് സുപ്പീരിയർ ബൈ ഡെലിഗേറ്റിംഗ് ഡ്യൂട്ടീസ്. അതായത് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ സബോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബ്സല്യൂട്ട് ടു ഹിസ് സുപ്പീരിയർ. അതായത് അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ് ആൻഡ് നോട്ട് റെസ്പോൺസിബിലിറ്റി. അതായത് സുപ്പീരിയർ വിൽ റിമൈൻ അക്കൗണ്ടബിൾ ഫോർ ദ വർക്ക് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഡെലിഗേറ്റഡ് ടു ദി സബോർഡിനേറ്റ്. ദെൻ തേർഡ് പ്രിൻസിപ്പിൾ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് അതോറിറ്റി ഷുഡ് ബി കമൻസറേറ്റ് വിത്ത് റെസ്പോൺസിബിലിറ്റി. അതായത് ഷുഡ് ബി ബാലൻസ് ബിറ്റ്വീൻ ദ ടു. The next one is level of authority principle. അതായത് അതോറിറ്റി ലെവൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എ മാനേജർ ഷുഡ് എക്സസൈസ് ഹിസ് അതോറിറ്റി ടു ടേക്ക് ഡിസിഷൻസ് വിത്തിൻ ഹിസ് ലിമിറ്റ്സ്. അതായത് ബിഫോർ ടേക്കിംഗ് ഡിസിഷൻ ഹി ഷുഡ് എൻഷുർ ദാറ്റ് ഹി ഹാസ് ഡ്യൂ അതോറിറ്റി ടു അറ്റ് ദിസ് ലെവൽ. അതായത് അദ്ദേഹത്തിനുള്ളത് മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. സിമിലർലി മാനേജർ ഹു ഹാസ് ഡെലിഗേറ്റഡ് അതോറിറ്റി ഷുഡ് ഓൾസോ അലൗ ഹിസ് സബോർഡിനേറ്റ് ടു എക്സസൈസ് ദെയർ അതോറിറ്റി വൈൽ ടേക്കിംഗ് ഡിസിഷൻസ്. Then principle of functional definition. അതായത് ബിഫോർ ഡെലിഗേറ്റിംഗ് അതോറിറ്റി എ മാനേജർ ഷുഡ് ഡിഫൈൻ ക്ലിയർലി ദ ഫങ്ഷൻസ് ടു ബി പെർഫോംഡ് ബൈ ദി സബോർഡിനേറ്റ്. അതായത് എന്താ പറയുന്നത് വെച്ചാൽ എവ്രി ജോബ് ഷാൽ ഹാവ് എ വെൽ ഡിഫൈൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ സബോർഡിനേറ്റ് വിത്ത് ഡെലിഗേറ്റഡ് അതോറിറ്റി ക്യാൻ പെർഫോം ദ ജോബ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് പ്രോപ്പർലി ഡിഫൈൻഡ് ആൻഡ് ഡിസ്ക്രൈബ്ഡ്. ദെൻ ലാസ്റ്റ് വൺ സ്കെലാർ പ്രിൻസിപ്പിൾ. അതായത് സ്കെലാർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണെന്നുള്ളത്. എ ക്ലിയർ ലൈൻ ഓഫ് ഫ്ലോ ഓഫ് അതോറിറ്റി ഫ്രം ടോപ്പ് ടു ബോട്ടം. അപ്പോൾ സബോർഡിനേറ്റ് ഷുഡ് ബി അവെയർ ഓഫ് ദിസ് ലൈൻ ഓഫ് അതോറിറ്റി ആൻഡ് ഷുഡ് നോ who delegates authority to whom. So these are the principles of delegation of